ഭാരതസഭയുടെ പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ യുവ രാജകുമാരൻ കൂവക്കാട്ട് തിരുമേനിക്ക് ഉപഹാരം നൽകുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി അതിരൂപതയുടെ തന്നെ പുത്രനായ എന്നെ നിയോഗിച്ചതിന് തറയിൽ പിതാവിനോട് കടമയും താങ്ക് യു വെരി മച്ച്. ചങ്ങനാശ്ശേരി രൂപതയെ സംബന്ധിച്ച് നമ്മുടെ പരിശുദ്ധ പിതാവിന് നല്ല അറിവും ബോധ്യവും ഉണ്ട്. ചങ്ങനാശ്ശേരി രൂപതയുടെ പാരമ്പര്യവും വിശ്വസ്തതയും പരിശുദ്ധ സിംഹാസനത്തുള്ള ഗാഠമായ അടുപ്പവും പരിശുദ്ധ പിതാവിന് നന്നായി അറിയാം. ഞാൻ ബംഗ്ലാദേശിൽ വത്തിക്കാൻ സ്ഥാനപതിയായി ജോലി നോക്കുന്ന സമയത്ത് ഫ്രാൻസിസ് പാപ്പ 3 ദിവസത്തേക്ക് അവിടെ വരികയുണ്ടായി. 3 ദിവസത്തെ പ്രോഗ്രാമിൽ ഒന്ന് ഇന്റർ റിലീജിയസ് ഡയലോഗ് ആയിരുന്നു. അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഏഷ്യയിലെ കർദിനാളന്മാരെ എല്ലാം ക്ഷണിച്ചിരുന്നു. ആ ഇന്റർ ഡയലോഗ്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ നമ്മുടെ അഭിവന്യ ആലഞ്ചേരി പിതാവും വന്നിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പരിശുദ്ധ പിതാവും ഞാനും സെക്യൂരിറ്റി ഓഫീഷ്യൽസും മറ്റ് സ്വിസ് ഗാർഡ്സും ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുന്ന സമയത്ത് പിതാവിൻ്റെ പ്രസ് സെക്രട്ടറി കാഷ്വലായിട്ട് പറയുകയുണ്ടായി, പാപ്പായോട് പറയുകയുണ്ടായി, കാർഡിനൽ ആലഞ്ചേരി ഇന്നലത്തെ ചടങ്ങിൽ പങ്കെടുത്തു. ആലഞ്ചേരിയും കോച്ചേരിയും ഒന്നിച്ച് പഠിച്ചവരാണ്, സഹപാഠികളാണ് എന്ന്. ഇത് കേട്ട ഉടനെ പരിശുദ്ധ പിതാവ് മറുപടി പറഞ്ഞു, യെസ് ഐ നോ ആലഞ്ചേരി ആൻഡ് കോച്ചേരി ആർ ഫ്രം ചങ്ങനാശ്ശേരി. നല്ല ശക്തിയാണ് ചങ്ങനാശ്ശേരി എന്ന് അവിടുന്ന് ഉച്ചരിച്ചത്. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരഭിമാനമാണ് നമ്മുടെ പുതിയ രാജകുമാരൻ കിട്ടിയത്. ഞങ്ങളുടെ ഒരു അഭിമാനവും ഞങ്ങളുടെ ബഹുമാനവും ഒരുപക്ഷെ സ്വല്പം അഹങ്കാരവും എന്ന് വേണമെങ്കിൽ പറയാം. ചങ്ങനാശ്ശേരിയിൽ കൂവക്കാട്ട് പിതാവിന് എല്ലാവിധ ആശംസകളും നൽകുന്നതോടൊപ്പം ചങ്ങനാശ്ശേരിയുടെ ഒരു മുഖമായിട്ട് വത്തിക്കാനിൽ അദ്ദേഹം വീണ്ടും നല്ല നല്ല കാഴ്ചകൾ അർപ്പിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വത്തിക്കാനിലെ ചങ്ങനാശ്ശേരിയുടെ മുഖമാണ് കൂവക്കാട്ട് പിതാവ്. ആ മുഖം നന്നായിട്ട് പ്രകാശിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നന്ദി.